ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയൽ നമ്പേഴ്സിന്റെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ആണ്. അപ്പോൾ ഉറപ്പാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻസിൽ ഈ പോർഷനിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ആദ്യം ആ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇതാണ് പ്രോപ്പർട്ടി, കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി. അതിലാദ്യം സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. Every non-empty set of real numbers that has an upper bound, which is bounded above. Bounded above ആയിട്ടുള്ള ഏത് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും has a supremum in R. അതിനൊരു സുപ്രീം ഉണ്ടാവും. ആ സുപ്രീം ഉണ്ടാവും മാത്രമല്ല അതൊരു റിയൽ നമ്പർ ആയിരിക്കുകയും ചെയ്യും. So ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് which is bounded above ആണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? റിയൽ നമ്പർ സുപ്രീമം ആയിട്ട് വരും. ഇതേപോലെ തന്നെ ഇൻഫിമം പ്രോപ്പർട്ടി. Every non-empty set of real numbers that has a lower bound means which is bounded below has an infimum which is a real number. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സുപ്രീം പ്രോപ്പർട്ടി ആണ്. കാരണം ഇത് രണ്ടും ഒരേ പ്രോപ്പർട്ടിയാണ്, വൺ ആൻഡ് ദ സെയിം ആണ്. അതായത് സുപ്രീം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഫിമം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ള മീനിങ് വരും. അപ്പൊ അതാണ് ആദ്യം നോക്കുന്നത്. സുപ്രീം പ്രോപ്പർട്ടി ഇംപ്ലൈസ് ഇൻഫിമം പ്രോപ്പർട്ടി എന്നുള്ളത് പ്രൂവ് ചെയ്യാം. അത് ഷോ ദാറ്റ് സുപ്രീം പ്രോപ്പർട്ടി ഓഫ് ആർ ഇംപ്ലൈസ് ഇൻഫിമം പ്രോപ്പർട്ടി ഓഫ് ആർ. ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. അതായത് ആർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈ രണ്ട് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഒരെണ്ണം പറഞ്ഞാൽ തന്നെ മറ്റേതും സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോക്കസ് ഒരെണ്ണത്തിലേക്ക് വരും. സുപ്രീം പ്രോപ്പർട്ടീസിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യും. അതിൽ തന്നെയാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ശരി, അപ്പൊ ആദ്യം ഇത് സുപ്രീം പ്രോപ്പർട്ടി ഇംപ്ലൈസ് ഇൻഫിമം പ്രോപ്പർട്ടി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ എന്താണ് സുപ്രീം പ്രോപ്പർട്ടി? Every non-empty set of real numbers which is bounded above has a supremum. ഇതാണ് സുപ്രീം പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യുന്നു, സപ്പോസ് ദാറ്റ് R satisfies supremum property. അതായത് ആറിന്റെ ഏത് നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ബൗണ്ടഡ് അബവ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിന് എന്തുണ്ട്? സുപ്രീമം ഉണ്ട്. ഇതാണ് നമ്മുടെ അസംഷൻ. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു ആർ സാറ്റിസ്ഫൈസ് ഇൻഫിമം പ്രോപ്പർട്ടി. അതായത് ആറിന്റെ ഏത് നോൺ എംപ്റ്റി സബ്സെറ്റ് വിച്ച് ഇസ് ബൗണ്ടഡ് ബിലോ എടുത്തു കഴിഞ്ഞാലും അതിന് എന്തുണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം? ഇൻഫിമം ഉണ്ട്. Now to prove R satisfies infimum property, let S be a non-empty subset of R which is bounded below. ആറിന് സുപ്രീം പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ് അസ്യൂം ചെയ്തു. ആറിന് ഇൻഫിമം പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആറിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എടുക്കുന്നു വിച്ച് ഇസ് ബൗണ്ടഡ് ബിലോ. അപ്പൊ ഇനി എനിക്ക് ആകെ പറയേണ്ടത് ഈ എസിന് എന്തുണ്ടെന്നാണ്? ഇൻഫിമം ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. അതിന് ഞാനൊരു സെറ്റ് എടുക്കുന്നു, സെറ്റ് ഓഫ് ഓൾ മൈനസ് എസ് വെർ എസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ്. അതായത് ഈ എസിന്റെ നെഗറ്റീവ്സിന്റെ കളക്ഷൻ എടുക്കുകയാണ് ഇത് ടി. അപ്പൊ ഇവിടെ എസ് എന്ന് പറയുന്ന സെറ്റ് വിച്ച് ഇസ് ബൗണ്ടഡ് ബിലോ. അപ്പൊ ഞാൻ ഇങ്ങോട്ടുള്ള ഇത്രയും സെറ്റിനെ ഇവിടെ അങ്ങോട്ടുള്ള ഒക്കെ എസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി സെറ്റ് എസ്, അതിന്റെ നെഗറ്റീവ്സിന്റെ സെറ്റ് ആണ് ടി. അപ്പൊ ഞാൻ അതിന്റെ ടി ഇസ് ഈക്വൽ ടു വേണമെങ്കിൽ നമുക്ക് മൈനസ് എസ് എന്ന് വിളിക്കാം. ഇങ്ങനെ സൈഡിലേക്കുള്ള കളക്ഷൻ ആണ്. അപ്പൊ ആദ്യം ഞാൻ പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ. എസ് ഇസ് ബൗണ്ടഡ് ബിലോ if V is a lower bound of S, then V
V is less than or equal to S for all S belongs to S. S ന്റെ lower bound ആണ് V എങ്കിൽ V ഈ സെറ്റിലെ എല്ലാ ആൾക്കാരെക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും. So that implies minus V, ഞാൻ ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ ഇനീക്വാളിറ്റി സൈൻ റിവേഴ്സ് ചെയ്യും. Minus S for all S belongs to S. അങ്ങനെയാണെങ്കിൽ മൈനസ് വി ഈ സെറ്റിലെ ഏത് സെറ്റിലാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എസ്, മൈനസ് എസുകളുടെ സെറ്റിലെ മൈനസ് എസുകളുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സെറ്റാണ്? ടി ആണ്. അപ്പൊ ടിയിലെ എല്ലാ ആൾക്കാരെക്കാളും വലുതായിരിക്കും ഏത് വരുന്നത്? മൈനസ് വി. സോ ദാറ്റ് ഗിവ്സ് മൈനസ് വി ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ടി. അപ്പൊ നമ്മളെ ടി എന്ന് പറയുന്നത്, ടി എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തത്? എസ് എന്ന് പറയുന്ന സെറ്റിലെ നെഗറ്റീവ്സിന്റെ കളക്ഷൻ ആണ്. എസ് ഇസ് ബൗണ്ടഡ് ബിലോ, അതിന്റെ ഒരു ലോവർ ബൗണ്ട് ആയിട്ട് നമ്മൾ വി എടുത്തു കഴിഞ്ഞാൽ മൈനസ് വി ഏതിന്റെ അപ്പർ ബൗണ്ട് ആണ്? ടിയുടെ അപ്പർ ബൗണ്ട് ആണ്. Therefore, T is bounded above. എന്തായിരുന്നു നമ്മുടെ അസംഷൻ? R satisfies supremum property. Supremum property എന്ന് പറഞ്ഞാൽ every non-empty subset of R which is bounded above has a supremum in R. അപ്പോൾ ഇവിടെ നമ്മളെ T എന്ന് പറയുന്ന സെറ്റ് നോൺ എംപ്റ്റി ആണ്, കാരണം S ഏതാണ്? നോൺ എംപ്റ്റി ആണ്. അതിന്റെ നെഗറ്റീവ്സിന്റെ സെറ്റ് അല്ലേ. അത് T is a non-empty subset of real numbers which is bounded above. അപ്പോൾ നമ്മുടെ അസംഷൻ പ്രകാരം ബൈ സുപ്രീമം പ്രോപ്പർട്ടി ഇതിന് എന്തുണ്ടായിരിക്കണം? ഒരു സുപ്രീം ഉണ്ടായിരിക്കണം. സോ ബൈ അവർ അസംഷൻ T has a enough. അപ്പോൾ T ക്ക് ഒരു സുപ്രീം ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി U. അപ്പോൾ T ബൗണ്ടഡ് അബോവ് ആയതുകൊണ്ട് T ക്ക് എന്തുണ്ടായിരിക്കണം? ഒരു സുപ്രീം ഉണ്ടായിരിക്കണം. അപ്പൊ ടിയുടെ സുപ്രീം ആയിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് യൂണിയാണ്. അപ്പൊ ഇനി എന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മൈനസ് യു ആയിരിക്കും ഏതിന്റെ ഇൻഫിമം? എസിന്റെ ഇൻഫിമം. നമുക്ക് എസിന് ഇൻഫിമം ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ മൈനസ് യു ആയിരിക്കും ഏതിന്റെ ഇൻഫിമം? എസിന്റെ ഇൻഫിമം എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. Now we claim that minus u is infimum of S. അപ്പൊ അതിന് രണ്ട് കാര്യങ്ങൾ വേണം. മൈനസ് യു അതിന്റെ എസിന്റെ ഒരു ലോവർ ബൗണ്ട് ആണ്. വേറെ ഏതെങ്കിലും ഒരു ലോവർ ബൗണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈനസ് യു അതിനേക്കാളൊക്കെ ചെറുതായിരിക്കണം. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് എനിക്ക് പറയാൻ പറ്റി കഴിഞ്ഞാൽ കാര്യം ഓക്കെ. യു നമുക്കറിയാം മൈനസ് എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ്. കാരണം u is upper bound of t. ടിയുടെ സുപ്രീം ആണ്. ടിയുടെ സുപ്രീം ആണെങ്കിൽ എന്തുവാണ്? അപ്പർ ബൗണ്ടും ആണ്. അപ്പൊ ആ കണ്ടീഷൻ വെച്ചിട്ട് മൈനസ് എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് എന്ന് പറയാം. ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് യു ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ്. ദാറ്റ് ഈസ് മൈനസ് യു ഇസ് less than or equal to S for all S belongs to S. Minus U ഈ സെറ്റിലെ എല്ലാ ആൾക്കാരെക്കാളും ചെറുതാണ്. Therefore minus U is the lower bound of S. So ഒരു കാര്യം കിട്ടി, മൈനസ് യു എന്താണ്? S ന്റെ ലോവർ ബൗണ്ട് ആണ്. ഇനി അടുത്ത വേണ്ടത് if W is any lower bound of S. നമുക്ക് കിട്ടണം. ഞാൻ സൈഡിൽ എഴുതുകയാണ്. If minus u if W is any other lower bound of S, then W is less than or equal to S for all S belongs to S. So that implies
minus w is greater than or equal to minus s for all s belongs to s. അപ്പൊ ഈ മൈനസ് ഡബ്ല്യു ടിയിലെ ആളുകളെക്കാളും ഒക്കെ വലുതായി, ടിയിലെ ആളുകളെക്കാളും ഒക്കെ വലുതായി. That gives minus w is an upper bound of t. പക്ഷേ ടിയുടെ സുപ്രീം ആരാ? യു ആണ്. സുപ്രീമത്തിന്റെ കണ്ടീഷൻ പ്രകാരം ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലേ? സോ മൈനസ് ഡബ്ല്യു അപ്പർ ബൗണ്ട് ആണെങ്കിൽ ഇത് സുപ്രീം ആണെങ്കിൽ that gives u is less than or equal to minus w. Reason u is supreme of t. ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ so that gives minus u is greater than or equal to w. If w is any lower bound of s, നമ്മൾ ക്ലെയിം ചെയ്യുന്നത് മൈനസ് യു ആണ് ഇതിന്റെ ഇൻഫിമം എന്നാണ്. അപ്പൊ ആ ഇൻഫിമം ഈ പറഞ്ഞ ഡബ്ല്യുവിനേക്കാൾ വലുതായിരിക്കണം. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മൈനസ് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു എന്ന് കിട്ടി. Therefore ഈ രണ്ട് കണ്ടീഷൻസ് പ്രകാരം, ഏതൊക്കെ രണ്ട് കണ്ടീഷൻസ് പ്രകാരം? ഒന്ന് നമുക്ക് ഇവിടെ കിട്ടി മൈനസ് യു is lower bound. രണ്ടാമത്തെ കിട്ടി if w is any lower bound of s, minus u is greater than or equal to w. Therefore minus u is equal to infimum of s. എന്താ കിട്ടിയിരിക്കുന്നത്? നമ്മൾ ആദ്യം r satisfies supremum property എന്ന് അസ്യൂം ചെയ്തു. നമുക്ക് വേണമായിരുന്നു r infimum property സാറ്റിസ്ഫൈ ചെയ്യുന്ന. That means any non-empty subset s of r which is bounded below എടുത്തു കഴിഞ്ഞാൽ അതിന് infimum ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണമായിരുന്നു. നമുക്കിത് infimum ഉണ്ടെന്ന് കിട്ടി. That means r satisfies infimum property also. അപ്പോൾ r സുപ്രീം പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും r ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും? infimum പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് infimum പ്രോപ്പർട്ടി എന്നുള്ളതിന് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോക്കസ് ഇസ് ഓൺ സുപ്രീം പ്രോപ്പർട്ടി. അത് നമ്മൾ ചെയ്തത് s ന്റെ നെഗറ്റീവ്സിന്റെ കളക്ഷൻ എടുത്തു. ദാറ്റ് ഇസ് t. t s ബൗണ്ടഡ് ബിലോ ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും s ന്റെ നെഗറ്റീവ്സിന്റെ കളക്ഷൻ ആണ് ഏത്? t എന്നെടുത്ത്. ഇതിന് ഒരു ലോ ബൗണ്ട് v ഉണ്ടെങ്കിൽ മൈനസ് v ടിയുടെ ഏതായിരിക്കും? അപ്പർ ബൗണ്ട് ആയിരിക്കും. അപ്പൊ ഇത് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ ഇത് ഏതാണ്? ബൗണ്ടഡ് എബോ ആയിരിക്കും. അതാണ് അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ ഇത് ബൗണ്ടഡ് എബോ ആയിരിക്കും. ഈ ബൗണ്ടഡ് എബോ ആണെങ്കിൽ അതിന്റെ സുപ്രീം ഉണ്ടാവും ബൈ സുപ്രീം പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ ആ സുപ്രീമത്തിനെ ഞാൻ യു എന്ന് വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു മൈനസ് യു ഇതിന്റെ ഇൻഫിം ആയിരിക്കും. അതിന് ഇൻഫിം ഉണ്ടെന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഇൻഫിം ഉണ്ടെന്ന് കിട്ടി. Therefore താഴെ ഒരു ലൈനും കൂടെ എഴുതാം. r satisfies infimum property also. Second problem നോക്കാം. Show that the set of rational numbers q does not satisfy completeness property. In case rational numbers completeness property satisfy ചെയ്യുമായിരുന്നെങ്കിൽ എന്തായിരുന്നു ആ പ്രോപ്പർട്ടി? Every subset of rational numbers which is bounded above has a supremum എന്നായിരിക്കണം ആ പ്രോപ്പർട്ടി. പക്ഷെ ഇവിടെ റാഷണൽ നമ്പേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നാണ് നമുക്ക് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് വേണം വിച്ച് ഇസ് ബൗണ്ടഡ് അബോവ്. പക്ഷെ അതിന് എന്ത് ഉണ്ടാവരുത്? റാഷണൽ നമ്പർ സുപ്രീമോ ആയിട്ട് ഉണ്ടാവരുത്. അപ്പൊ അതിന് ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ദ സെറ്റ് t is equal to set of all x belongs to q. So set of all rational numbers set that whose square is less than 2. So ഇതാണ് ഞാൻ ചൂസ് ചെയ്യുന്ന സെറ്റ്. 1 is a member of this set. കാരണം 1 ന്റെ സ്ക്വയർ is less than 2. So സ്ക്വയർ less than 2 ആയിട്ടുള്ള എല്ലാ റാഷണൽ നമ്പേഴ്സിന്റെയും സെറ്റ് ആണ് t. So t is non-empty. Okay. Also 2 square that is 4 that is greater than 2. So square ചെയ്ത് കഴിഞ്ഞാൽ 2 നേക്കാൾ ചെറുതായിട്ട് വരുന്ന എല്ലാ റാഷണൽ നമ്പേഴ്സും വരുന്ന സെറ്റ്
അപ്പോൾ നമ്മൾ 2 എടുത്തു കഴിഞ്ഞാൽ 2 ന്റെ സ്ക്വയർ 4 ആണ്. അത് ഏതിനേക്കാൾ വലുതുമാണ്, 2 നേക്കാൾ വലുതുമാണ്. So therefore 2 is an upper bound. Of t. So t is a non-empty subset of Q which is bounded above. But T is a non-empty subset of rational number which is bounded above. നമുക്ക് വേണ്ടത് Q does not satisfy completeness property എന്ന അല്ലെങ്കിൽ supremum property എന്ന. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യമേ T is a non-empty subset of rational numbers which is bounded above. പക്ഷേ ഇതിന്റെ സുപ്രീം ഉണ്ടാവും. കാരണം ഈ സെറ്റ് എന്തായാലും റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. റിയൽ നമ്പേഴ്സ് ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? സുപ്രീം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് സുപ്രീം ഉണ്ടാവും. ആ സുപ്രീം ഒരു റിയൽ നമ്പർ ആയിരിക്കും. പക്ഷെ ആ സുപ്രീം എന്തല്ലാന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇറ്റ്സ് നോട്ട് എ റാഷണൽ നമ്പർ. അപ്പോൾ ഇവിടെയും മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് റാഷണൽ നമ്പർ k is equal to supremum of t. അപ്പോൾ ഈ ടിക്ക് ഒരു സുപ്രീമം ഉണ്ട്. ആ സുപ്രീമത്തിനെ ഞാൻ k എന്ന് വിളിച്ചു. അത് ഏതൊരു മെമ്പർ ആണ്? അതൊരു റാഷണൽ നമ്പർ സുപ്രീമം ആണെന്ന് വിചാരിക്കുക. Then either k square is equal to 2, k square is less than 2, k square is greater than 2. ഇങ്ങനെ മൂന്ന് പോസിബിലിറ്റി ഏതിനുള്ളൂ? കേക്കല്ല, k സ്ക്വയർ. മൂന്ന് k സ്ക്വയറിന്റെ കാര്യം കൺസിഡർ ചെയ്യുന്നത്. സോ k എന്ന് പറയുന്നതാണ് ഈ സെറ്റിന് ഒരു സുപ്രീമം ഉണ്ടെന്ന് വിചാരിക്കാം. ആ സുപ്രീമത്തിനെ ഞാൻ k എന്ന് വിളിക്കുന്നു. സോറി, ഈ സെറ്റിന് ഒരു റാഷണൽ നമ്പർ k സുപ്രീം ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ സുപ്രീമത്തിന്റെ സ്ക്വയറിന് മൂന്ന് പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ 2 വലുതായിരിക്കും, അല്ലെങ്കിൽ 2 ചെറുതായിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും. ഇത് ട്രൈക്കോട്ടോമി പ്രോപ്പർട്ടി എന്ന് പറയും റിയൽ നമ്പേഴ്സിന്റെ. കാരണം k സ്ക്വയർ എന്തായാലും റിയൽ നമ്പർ ആണ്. മൂന്ന് പോസിബിലിറ്റി ആണ് ഏതിനുള്ളത്? k സ്ക്വയർ ഉള്ളത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ മൂന്ന് പോസിബിലിറ്റിയും എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ കേസിൽ k സ്ക്വയർ is equal to 2, k is 1. If k square is equal to 2, we know that there is no rational number whose square is 2. അതായത് k സ്ക്വയർ is equal to 2 എന്ന് പറഞ്ഞാൽ നമ്മൾ k is equal to root 2 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ k എന്നല്ല റാഷണൽ നമ്പർ അല്ല. അപ്പോൾ k സ്ക്വയർ 2 ആയിട്ടുള്ള ഒരു റാഷണൽ നമ്പറും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ k സ്ക്വയർ is equal to 2 is not possible. So k square is equal to 2, not possible. ശരി, അപ്പൊ പിന്നെ കേസ് 2 നോക്കാം. If k square is less than 2, ഞാൻ എടുക്കുന്നു y is equal to 4 plus 3k divided by 3 plus 2k. ഈ ഒരു y ഈ പ്രൂഫിലെ മെയിൻ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു y നിങ്ങൾ ഓർത്ത് വെക്കണം. k എന്ന് പറയുന്നത് t എന്ന് പറഞ്ഞ സെറ്റിന്റെ സുപ്രീം ആണ്. ഇതിലെ നമ്പേഴ്സ് എല്ലാം x സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ലെസ് ദാൻ 2 ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. k പോസിറ്റീവ് ആണ് ആൻഡ് k റാഷണൽ നമ്പർ ആണ്. ന്യൂമറേറ്റർ റാഷണൽ, ഇത് റാഷണൽ. സോ ഈ ഫ്രാക്ഷനും എന്ത് തന്നെയാണ്? റാഷണൽ നമ്പർ ആണ്. ആദ്യം ഞാൻ y സ്ക്വയർ മൈനസ് 2 കണ്ടു നോക്കുകയാണ്. y square minus 2 കാണുന്ന സമയത്ത് 4 plus 3k divided by 3 plus 2k the whole square minus 2 എന്ന് വരും. That is simplify ചെയ്യുന്ന സമയത്ത് 4 plus 3k the whole square minus 2 into 3 plus 2k the whole square divided by 3 plus 2k the whole square എന്ന് വന്നു.
So that equals, simplifying for 16 plus 9k square plus 24k minus 3 square 9 into 2, that is 18, minus 8k square minus 24k divided by 3 plus 2k the whole square varum. 24k cut ചെയ്തു പോകും. 9k square minus 8k square, that is k square minus 2 divided by 3 plus 2k the whole square. Now k square is less than 2, so k square minus 2 negative ആണ്, ഇത് പോസിറ്റീവ് ആണ്. അതിന്റെ അർത്ഥം this is less than 0. Therefore y square minus 2 is negative, so that implies y square is less than 2. Y square is less than 2 എന്ന് പറഞ്ഞാൽ y ഏതിലായി? t ലായി. Therefore y belongs to t. Okay, so y t ലെ മെമ്പർ ആണ്, y ഇവിടെയുള്ള മെമ്പർ ആണ്. y is belongs to t എന്ന് മാത്രമല്ല k സുപ്രീം ആയതുകൊണ്ട് നമുക്ക് വേണേ ഇങ്ങനെ പറയാം, therefore y is less than or equal to k എന്നും പറയാം. അതുപോലെ ഇനി k minus y ഞാൻ കണ്ടുപോകണം. k minus y കണ്ടു കഴിഞ്ഞാൽ that is k minus 4 plus 3k divided by 3 plus 2k എന്ന് വരും. So that is equal to cross multiply ചെയ്യുന്ന സമയത്ത് 3k plus 2k square minus 4 minus 3k divided by 3 plus 2k എന്ന് വരും. 3k കട്ട് ചെയ്തു പോകും. ഒരു 2 പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ this is 2 into k square minus 2 divided by 3 plus 2k. Again k square minus 2 വന്നു. k square minus 2 is negative. So ഇതും എന്ത് തന്നെയായി? നെഗറ്റീവ്. Therefore k minus y is less than 0. So that implies k is less than 1. ഇത് 1, ഇത് 2. So that's a contradiction. So y is less than or equal to k എന്ന് ഇവിടെ കിട്ടി. ഇവിടെ y is clearly greater than k എന്ന് കിട്ടി. So that's a contradiction. So case 2 not possible. Case 3 നോക്കുമ്പോൾ case 1 possible അല്ല, case 2 possible അല്ല. case 3 നോക്കുന്ന സമയത്ത് k square is greater than 2 ആണ്. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ആ സിമ്പിൾ അവിടെ എഴുതുകയാണ്. k square is greater than 2. So y square minus 2 ചെയ്യും. ഇതേപോലെ നമുക്ക് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ greater than 0 വരും, ഇവിടെ greater than വരും. So y square is greater than 2 എന്ന് വരും. y square is greater than 2. y square greater than 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം y is an upper bound of the set t എന്ന്. അത് ഞാൻ കേസ് 3 ഇവിടെ എഴുതാണ്. അവിടെ എഴുതാൻ പോകുന്ന y is an upper bound of t എന്ന് വരും. y upper bound ആണെങ്കിൽ k supreme ആണ്. k supreme ആവുമ്പോൾ k is less than or equal to ഏത് വരണം? y വരണം. k ഒരു upper bound ആണ്. ഈ y k supreme ആയതുകൊണ്ട് y is any other upper bound നമ്മുടെ കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ പ്രകാരം സുപ്രീമത്തിന്റെ ഡെഫിനിഷൻ പ്രകാരം k is less than or equal to y എന്നാണ് വരുന്നത്. സോ അതാണ് അവിടെ 1 ആയിട്ട് വരും. ഇനി k minus y ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യും. k square minus 2 വരും. അവിടെ k square minus 2 greater than 0 ആണ്. അപ്പോൾ ഇവിടെ greater than 0 വരും. ഇവിടെ greater than y വന്നു. സോ k is greater than y വന്നു. ഇവിടെ k is less than or equal to y വന്നു. സോ 1 and 2 കോൺട്രഡിക്ഷൻ ആയി. ഏതും പോസിബിൾ അല്ല. കേസ് 3 പോസിബിൾ അല്ല. കേസ് 1 പോസിബിൾ അല്ല. കേസ് 2 പോസിബിൾ അല്ല. കേസ് 3 പോസിബിൾ അല്ല. അങ്ങനെ അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു k ഇല്ല. ഇങ്ങനെ ഒരു k ഇല്ല. സോ there is no rational number k which is supreme of t. So t എന്ന് പറയുന്ന നോൺ എംപ്റ്റി സബ്സെറ്റ് which is bounded above എടുത്തു. നമ്മൾ അതിനൊരു സുപ്രീം ഉണ്ടെന്ന് വിചാരിച്ചു as a rational number k. പക്ഷെ നമുക്ക് കിട്ടി അങ്ങനെയൊന്നും പോസിബിൾ അല്ല. അതിന്റെ അർത്ഥം റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെറ്റ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യില്ല? സുപ്രീം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. Third problem, let S be a non-empty bounded subset of R and A is any real number. AS
അപ്പൊ ഈ എസിലെ എലമെന്റ്സിനെ ഒക്കെ ഈ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സെറ്റിനെയാണ് എ എസ് എന്ന് വിളിക്കുന്നത്. Then prove that supremum of A is equal to A into supremum of S if A is positive. A എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ supremum of A is A into supremum of S എന്നാണ് ഒരു കേസ്. If A is a negative number, supremum of A is A into infimum of S. അപ്പോൾ ആദ്യത്തേത് നോക്കാം. Supremum of AS is equal to A into supremum of S. ഞാൻ അതിന് let supremum of S is equal to U. അപ്പൊ supremum of S നെ ഞാൻ U എന്ന് വിളിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത് A into U supremum of AS എന്ന് കിട്ടണം. Now to prove AU is equal to supremum of AS. ഇതാണ് ഇപ്പൊ നമുക്ക് വേണ്ടത്. supremum of AS എന്ന് പറഞ്ഞാൽ ഏതാന്ന് കിട്ടണം? AU എന്ന് കിട്ടണം. ശരി, അപ്പൊ ഒരു സെറ്റിന്റെ supremum AU ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, AU ഒരു അപ്പർ ബൗണ്ട് ആണ്. രണ്ട്, വേറെ ഏതെങ്കിലും അപ്പർ ബൗണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്പർ ബൗണ്ട് AU-നേക്കാൾ വലുതോ ഈക്വൽ ആണ്. AU is less than or equal to B ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ശരി, we have U is an upper bound of S. കാരണം U സുപ്രീം ആണ്, S ന്റെ സുപ്രീം ആണ്. S ന്റെ സുപ്രീം ആണെങ്കിൽ അതിന്റെ അപ്പർ ബൗണ്ടും ആണ്. അപ്പൊ S ലുള്ള എല്ലാ ആൾക്കാരെക്കാളും വലുതോ ഈക്വൽ ആയിരിക്കും U for all S belongs to S. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു A വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AS is less than or equal to AU for all S belongs to S. അപ്പൊ നമ്മൾ നോക്കൂ, എല്ലാ AS-കളും കാളും വലുതോ ഈക്വൽ ആണ് AU. AS-കളുടെ കളക്ഷൻ അല്ലേ ദ സെറ്റ് A into capital S എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് AU is therefore AU is an upper bound of the set AS. അപ്പോൾ ഒരു കണ്ടീഷനായി നമുക്ക് AU supremum of AS എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ട ഒരു കണ്ടീഷനായി AU is an upper bound of the set AS. അപ്പോൾ ഇനി അടുത്ത എന്താ വേണ്ടേ? if V is any upper bound of AS, V വേറെ ഏതെങ്കിലും ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ നമുക്ക് കിട്ടണം, എന്താ കിട്ടണ്ടേ? നമ്മൾ ക്ലെയിം ചെയ്യുന്ന AU-നേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കണം ഏത്? V. അപ്പൊ ഈ കണ്ടീഷനോട് നമുക്ക് എത്തേണ്ടത് V is any upper bound of AS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് ക്ലിയർ ആണ്, AS is less than or equal to V for all S belongs to S. AS ഉള്ള എല്ലാ ആൾക്കാരെക്കാളും വലുതോ ഈക്വൽ ആയിരിക്കും അത് V. Now throughout ഒരു A വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവിടെ A പോസിറ്റീവ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. സോ A പോസിറ്റീവ് ആകുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ S is less than or equal to V by A. Therefore V by A is an upper bound of S. S ന്റെ അപ്പർ ബൗണ്ട് ആവും, കാരണം ഈ S ലെ എല്ലാ ആൾക്കാരെക്കാളും വലുതോ ഈക്വൽ ആണ് V by A. അതുകൊണ്ട് S ന്റെ സുപ്രീം ഇല്ലേ? S ന്റെ സുപ്രീം ഏതാണ്? U ആണ്. അപ്പോ S ന്റെ സുപ്രീം U ആണെങ്കിൽ U ഓൾറെഡി ഒരു അപ്പർ ബൗണ്ട് ആണ്, ഇതിപ്പോ വേറൊരു അപ്പർ ബൗണ്ട്. അപ്പൊ സുപ്രീമത്തിന്റെ കണ്ടീഷൻ പ്രകാരം, രണ്ടാമത്തെ കണ്ടീഷൻ പ്രകാരം therefore നമ്മൾ സുപ്രീം ആയിട്ടുള്ള U ഏതിനേക്കാൾ വലുതോ ഈക്വൽ ആയിരിക്കണം? V by A നേക്കാൾ വലുതോ ഈക്വൽ ആയിരിക്കണം. For reason supreme of S is U. മൊത്തമായിട്ട് ഒരു A വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈങ് വിത്ത് A നമുക്ക് കിട്ടും AU is less than or equal to V. ഇത് രണ്ടാമത്തെ കണ്ടീഷൻ. എന്താ രണ്ടാമത്തെ കണ്ടീഷൻ? If V is any upper bound of AS, then
AU is less than or equal to V. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ കിട്ടി. AU AS ന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ്. വേറെ ഏതെങ്കിലും ഒരു അപ്പർ ബൗണ്ട് V എടുത്തു കഴിഞ്ഞാൽ ആ V ഈ പറഞ്ഞ AU-നേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം AU is therefore AU is equal to supreme of the set AS, that is A into R and U, supreme of S is equal to supreme of AS. ഏത് പാർട്ട് ക്ലിയർ? ഫസ്റ്റ് പാർട്ട് ക്ലിയർ. അപ്പൊ തീർച്ചയായും സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? സുപ്രീം ഓഫ് എസിനെ യു എന്നെടുത്ത പോലെ ഇൻഫിം ഓഫ് എസിനെ നമ്മളൊരു ഡബ്ല്യു എന്നെടുത്തു. അപ്പൊ ഇവിടെ തൊട്ട് മാറ്റണം. ഇൻഫിം ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, എ പോസിറ്റീവ് അല്ല, എ നെഗറ്റീവ് ആണ്. ഓക്കെ, നൗ ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ഇൻറ്റു ഇൻഫിമം. ഇവിടെ ഓരോന്നിനും ഞാൻ മാറ്റി എഴുതാൻ നോക്കുകയാണ്. നൗ ടു പ്രൂവ് എ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇൻഫിമം ഓഫ് എസ് ഇസ് ഈക്വൽ ടു സുപ്രീം ഓഫ് എ എസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, എ ഡബ്ല്യു എ എസിന്റെ അപ്പർ ബൗണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. സുപ്രീം എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആണ് സുപ്രീം എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. സോ എ ഡബ്ല്യു സുപ്രീം ഓഫ് എ എസ് എന്ന് കിട്ടണമെങ്കിൽ നമുക്കുള്ള കണ്ടീഷൻ പ്രകാരം വി ഹാവ് ഡബ്ല്യു ഇസ് എ ലോ ബൗണ്ട് ഓഫ് എസ്. ഇൻഫിം എന്നല്ലേ എടുത്തത്? ശരി. സോ നമുക്ക് കിട്ടും W is less than or equal to S for all S belongs to S. A വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. So AW is greater than or equal to AS. കാരണം ഇവിടെ A നെഗറ്റീവ് ആണ്. Reason A is less than 0. Multiplying by A ആണ് നമ്മളോട് ചെയ്തത്. ശരി. AW is greater than or equal to AS ആണെങ്കിൽ അതിന്റെ അർത്ഥം AW is upper bound of AS. If V is any upper bound of AS, AS is less than or equal to V. നമ്മൾ multiplying by A, dividing by A. So S is അവിടെ S is greater than or equal to V by A എന്ന് വന്നു. S is greater than or equal to V by A എന്ന് പറഞ്ഞാൽ V by A is upper bound എന്നല്ല വരിക, lower bound of S എന്നായി. ലോ ബൗണ്ട് ആണ് നമുക്കറിയാം. V by A ലോ ബൗണ്ട് ആണെങ്കിൽ W is infimum. ഇൻഫിമത്തിനേക്കാൾ ചെറുതായിരിക്കണം V by A. So V by A is less than or equal to W എന്ന് വരും. നമ്മൾ വീണ്ടും A വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. A വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനീക്വാളിറ്റി ചേഞ്ച് വരും. So V is greater than or equal to AW എന്ന് വരും. അല്ലെങ്കിൽ AW is less than or equal to V എന്ന്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് AW അപ്പർ ബൗണ്ട്, രണ്ട് AW is less than or equal to V. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ AW is equal to supreme of AS. W ആരായിരുന്നു? ഇൻഫിമം. സോ A into infimum of S is equal to supreme of AS. അപ്പോൾ ഇതേപോലെ നിങ്ങളത് ചെയ്ത് നോക്കുക, കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. പ്രോബ്ലം 4 നോക്കൂ. Let A and B are bounded non-empty subsets of R and A plus B is A and B bounded ആണ്. അപ്പോൾ അതിന് supremums ഉണ്ടാവും. A plus B is defined as set of all A plus B where A belongs to A and B belongs to B. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെറ്റ് ആണ് A plus B. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് supreme of A plus B is equal to supreme of A plus supreme of B. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. Let supreme of A is equal to U1 and supreme of B is equal to U2. So we claim that U1 plus U2 is equal to supreme of A plus B. So now to prove U1 plus U2 is equal to supreme of A plus B. ശരി, അപ്പോൾ U1 plus U2 A plus B യുടെ supreme ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, U1 plus U2 A plus B യുടെ ഒരു അപ്പർ ബൗണ്ട് ആവണം. രണ്ട്, V A plus B യുടെ വേറൊരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ U1 plus U2 less than or equal to V എന്ന് കിട്ടണം. ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിയാൽ മതി. ശരി, അപ്പൊ ആദ്യത്തത് കിട്ടാൻ വേണ്ടിയിട്ട് we have A is
less than or equal to u1 for all a belongs to a. ഈ u1 എയുടെ സുപ്രീം ആണ്. എ ഉണ്ട് ബി ഉണ്ട്. അപ്പൊ എയുടെ സുപ്രീം ആണ് ആര്? u1. u1 is supreme of a. ഇതാണ് അവിടെ റീസൺ. അപ്പോ u1 എയുടെ സുപ്രീം ആയതുകൊണ്ട് എയിലുള്ള എല്ലാ ആൾക്കാരും ആരിനേക്കാൾ ചെറുതോ ഈക്വൽ ആയിരിക്കും u1നേക്കാൾ, കാരണം അതൊരു അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ അതൊക്കെ. Also, b is less than or equal to u2 for all b belongs to b. കാരണം u2 is supreme of b. സുപ്രീം ആണെങ്കിൽ അത് ഏതോ ആണ്, അപ്പർ ബൗണ്ടും ആണ്. Therefore, a plus b is less than or equal to u1 plus u2 for all a belongs to a and b belongs to b. അതുകൊണ്ട് a belongs to a, b belongs to b ആയിട്ട് എടുത്തിരിക്കുന്ന a plus b യുടെ കണക്ഷൻ ആണ് the set capital A plus capital B. അതിലുള്ള എല്ലാ ആൾക്കാരും ആരെക്കാൾ ചെറുതോ ഈക്വൽ ആണ്, u1 plus u2 നേക്കാൾ ചെറുതോ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം u1 plus u2 is an upper bound of a plus b. അപ്പൊ നമുക്ക് വേണ്ട ഒരു കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോ വേണ്ട എന്താ? If v is any other upper bound, if v is any upper bound of a plus b, നമുക്ക് കിട്ടണം v is so u1 plus u2 is less than or equal to v എന്ന് കിട്ടണം. For epsilon greater than 0, since u1 is supreme of a, u1 minus epsilon, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് അതായത് 2.4 സെക്കൻഡ് തിയറം ആയിട്ട് പറഞ്ഞതാണ്. സോ u1 is supreme of a, സോ a എന്ന് പറഞ്ഞ സെറ്റ് ഇവിടെ ഉണ്ടാവും, അതിന്റെ സുപ്രീം ആണ് u1. സോ u1 മൈനസ് a എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു അപ്പർ ബൗണ്ട് പോലും ആവില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ സെറ്റില് ഒരാൾ ഉണ്ടാവും ആരെക്കാൾ വലുതായിട്ട്, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ u1 മൈനസ് എപ്സിലോൺ. So since u1 is supreme of a, u1 minus a is less than x for some x belongs to a. Similarly, u2 minus epsilon is less than y for some y belongs to b. അപ്പോൾ ഇത് ചെയ്യുന്നത് ഒന്ന് വേറൊരു രീതിയിലോട്ട് പിടിക്കുകയാണ്. സോ u1 മൈനസ് എപ്സിലോൺ ഇതിനേക്കാൾ u1 മൈനസ് എപ്സിലോണിനേക്കാൾ വലുതായിട്ട് ഒരാളെങ്കിലും ഏതിലുണ്ടാവും, എയിലുണ്ടാവും. u2 മൈനസ് എപ്സിലോണിനേക്കാൾ വലുതായിട്ട് ഒരാളെങ്കിലും ബിയിലുണ്ടാവും, കാരണം u2 is the supreme of b. അങ്ങനെയാണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ therefore u1 plus u2 minus 2 epsilon is less than x plus y for some x plus y belongs to a plus b. x a-ലും y b-ലും ആണ്, x plus y ഏതിലുണ്ട്, a plus b-ലുണ്ട്. or u1 plus u2 minus 2 epsilon is less than v. v is an upper bound of a plus b. അപ്പൊ ഈ x plus y ഏതിലുള്ളതാണ്, a plus b-ലുള്ളതാണ്. അപ്പൊ a plus b-ലുള്ള എല്ലാ ആൾക്കാരെക്കാളും വലുതോ ഈക്വലോ ആയിരിക്കണം b. സോ നമ്മൾ u1 plus u2 minus 2 epsilon ഈ x plus y നേക്കാൾ, x plus y എന്ന് പറയുന്നത് ഏതിലെ മെമ്പറാണ്, a plus b എന്ന് പറഞ്ഞ സെറ്റിലെ മെമ്പറാണ് x plus y. അതിന്റെ അപ്പർ ബൗണ്ട് ആയിട്ടാണ് ആര്, b വന്നിരിക്കുന്നത്. സോ ക്ലിയർ ആയിട്ടും x plus y നേക്കാൾ വലുതായിരിക്കണം, വലുതോ ഈക്വലോ ആയിരിക്കണം b. അപ്പൊ ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയതുകൊണ്ട് ഇതിനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു v എന്ന് ഞാൻ ഇവിടെ എഴുതുന്നത്. സോ ലെസ് ദാൻ v. Therefore u1 plus u2 is less than v plus 2 epsilon. Now what is epsilon? Epsilon is arbitrary. Epsilon is arbitrarily is very small positive quantity. അപ്പോൾ അങ്ങനെ വരുമ്പോൾ u1 plus u2 is less than v plus 2 epsilon. epsilon എത്ര തന്നെ ചെറുതായാലും ഇത് u1 plus u2
ഒരിക്കലും വിന്റെ അപ്പുറത്ത് പോവില്ല. നമുക്ക് കിട്ടും സിൻസ് എപ്സിലോൺ ഇസ് ആർബിട്രറി u1 plus u2 is less than or equal to. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. u1 plus u2 രണ്ട് കാര്യങ്ങൾ കിട്ടി. u1 plus u2 ഒന്ന് അപ്പർ ബൗണ്ട് ഓഫ് a plus b ആണ് കിട്ടി. v വേറെ ഏതെങ്കിലും അപ്പർ ബൗണ്ട് ആണെങ്കിൽ ആ അപ്പർ ബൗണ്ടും ആരെക്കാൾ വലുതായിരിക്കും, u1 plus u2 നേക്കാൾ വലുതായിരിക്കും. സോ ഫ്രം 1 and 2 we get supremum of a plus b is equal to u1 plus u2, that is supremum of a plus supremum of a. Another problem, show that if a and b are bounded subsets of R, then supremum of a union b is equal to supremum of a supremum of b. അപ്പോൾ കാണുമ്പോൾ തന്നെ ഈ എക്സ്പ്രഷൻ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. പ്രൂഫ്, let supremum of a is equal to u1 and supremum of b is equal to u2. അപ്പോൾ ശരിക്കും നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? supremum of a union b is equal to supremum of a union b is equal to supremum of u1, u2. അപ്പോൾ രണ്ട് എലമെന്റ്സ് ഉള്ള സെറ്റിന്റെ സുപ്രീമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ എലമെന്റ്സിൽ ഏതാണോ വലുത് അതാണ് സെറ്റ് 1 2 ന്റെ സുപ്രീമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ്. അപ്പൊ ഇവിടെ ശരിക്കും സുപ്രീമം ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു മാക്സിമം ഓഫ് u1, u2 എന്നാണ് നമുക്ക് ശരിക്കും പ്രൂവ് ചെയ്യാൻ. ഓക്കെ, അത് പ്രൂവ് ചെയ്യണമെങ്കിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. ഏതൊക്കെ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്? ഒന്ന്, മാക്സിമം ഓഫ് u1, u2 എന്ന് പറയുന്നത് ഈ എ യൂണിയൻ ബിയുടെ ഒരു അപ്പർ ബൗണ്ട് ആണ്. രണ്ട്, എ യൂണിയൻ ബിയുടെ ഒരു അപ്പർ ബൗണ്ട് വി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഓഫ് u1, u2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എന്ന് കിട്ടും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടാം. ആദ്യം വേണ്ടത് മാക്സിമം ഓഫ് u1, u2. ഇതിൽ ആരെടുത്താലും എ യൂണിയൻ ബിയിലെ ഏതൊരാളെടുത്തു കഴിഞ്ഞാലും ഇതിനേക്കാൾ എന്തായിട്ട് വരണം? ചെറുതായിട്ട് വരണം. ഓക്കെ, ഞാൻ ലെറ്റ് x belongs to a union b എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ that implies x belongs to a or x belongs to ഏതായി? b. എയിലാണെങ്കിൽ എ എന്ന് പറഞ്ഞ സെറ്റിന്റെ സുപ്രീമം ആണ് u1. സുപ്രീമം ആകുമ്പോൾ അത് അപ്പർ ബൗണ്ടും കൂടിയാണ്. സോ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു u1 എന്ന് വരും. ഇതേപോലെ എക്സ് ബിയിൽ ഉണ്ടെങ്കിൽ ബി എന്ന് പറഞ്ഞ സെറ്റിന്റെ സുപ്രീമം ആണ് u2. അപ്പൊ എന്തായാലും ആ u2 അപ്പർ ബൗണ്ടും കൂടി ആവും. സോ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു u2 എന്നും കൂടി വരും. എക്സ് u1 നേക്കാൾ ചെറുതോ ഈക്വൽ ആണ്, എക്സ് u2 നേക്കാൾ ചെറുതോ ഈക്വൽ ആണ്. ആൻഡ് അല്ല, അവിടെ ഓർ ആണ്. പക്ഷെ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ക്ലിയർലി എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ മാക്സിമം ഓഫ് u1, u2. അപ്പൊ ഇതിൽ ഏതിനേക്കാൾ ചെറുതാന്നുള്ളതല്ല, ഏതോ ഒന്നിനേക്കാൾ ചെറുതാണ്. അപ്പോ തീർച്ചയായും ഏതോ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ അതിന്റെ മാക്സിമം ഏതോ അതിനേക്കാൾ എന്തായിട്ട് വരണം? ചെറുതായിട്ട് വരും. സോ ഇവിടെ കിട്ടിയിരിക്കുന്ന കാര്യമാണ് എ യൂണിയൻ ബി ഒരു എക്സ് എടുത്തു കഴിഞ്ഞാൽ ആ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് u1, u2. അതിന്റെ അർത്ഥം എ യൂണിയൻ ബിയിലെ ഏത് എക്സും ഇതിനേക്കാൾ ചെറുതോ ഈക്വൽ ആണല്ലേ. Therefore, maximum of u1, u2 is an upper bound of a union. A union ബിയിലെ എല്ലാ ആൾക്കാരും ഇതിനേക്കാൾ ചെറുതോ ഈക്വൽ ആണ്. സോ ദിസ് ഇസ് an upper bound of a union. നമുക്ക് എന്താ വേണ്ടേ? സുപ്രീമം എന്നാണ് കിട്ടണ്ടേ. അതിന് ആദ്യം വേണ്ടത് ഏത് സുപ്രീമം എന്ന് കിട്ടണം? മാക്സിമം ഓഫ് u1, u2. അത് അപ്പർ ബൗണ്ട് ആണ് കിട്ടും. ഇനി അടുത്തത് if v is any upper bound of a union b, നമുക്ക് കിട്ടണം മാക്സിമം ഓഫ് u1, u2 is less than or equal to v എന്ന്. അതിന് ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്നത് v is any upper bound of a union b, then v is upper bound of a, അതേപോലെ v is upper bound of b എന്നുള്ള കാര്യത്തിലേക്ക് കൊണ്ടുപോകാം. അതായത് എ യൂണിയൻ ബിയുടെ അപ്പർ ബൗണ്ട് ആണെങ്കിൽ തീർച്ചയായും അത് ഏതിന്റെ അപ്പർ ബൗണ്ട് ആണ്? എയുടെ അപ്പർ ബൗണ്ട് ആണ്, ബിയുടെ അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ ഇവിടെ എ യൂണിയൻ ബിയുടെ അപ്പർ ബൗണ്ട് ആണ് എന്ന് കൊണ്ടുവരാൻ ശ്രമിച്ച അതേപോലെ അവിടെ ഞാൻ ട്രൈ ചെയ്യാണ്. എനിക്ക് വേണ്ടത് വി ഏതിന്റെ അപ്പർ ബൗണ്ട് ആണെന്നാണ്? എയുടെ അപ്പർ ബൗണ്ട് ആണ്. അതിന് let x belongs to a.
എയിൽ ഒരാളെ എടുത്തു. എയിൽ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ആ എക്സ് എ യൂണിയൻ ബിയിലുണ്ട്. എ യൂണിയൻ ബിയിൽ ഉണ്ടെങ്കിൽ എക്സ് ഇസ് ലെസ് ആൻ ഓർ ഈക്വൽ ടു വി. കാരണം എ യൂണിയൻ ബിയുടെ അപ്പർ ബൗണ്ട് ആണ് ആര്? വി. അപ്പോ എയിൽ ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും അത് ഏതിനേക്കാൾ ചെറുതെന്നായി? വിനേക്കാൾ ചെറുതെന്നായി. Therefore, v is an upper bound of a. v ഏതിന്റെ അപ്പർ ബൗണ്ട് ആയി? എയുടെ അപ്പർ ബൗണ്ട് ആയി. ഇനി എയുടെ സുപ്രീമത്തിനെയല്ലേ നമ്മള് u1 എന്ന് വിളിച്ചത്? എയുടെ സുപ്രീമമാണ് u1 എങ്കിൽ, സുപ്രീം ആണെങ്കിൽ ഓൾറെഡി ആ u1 ഒരു അപ്പർ ബൗണ്ട് ആണ് എന്ന് മാത്രമല്ല, വേറെ ഏതെങ്കിലും ഒരു അപ്പർ ബൗണ്ട് എക്ക് ഉണ്ടെങ്കിൽ എന്ത് കണ്ടീഷൻ കിട്ടും? സിൻസ് സുപ്രീം ഓഫ് എ is equal to u1, we get എന്താ കിട്ടുക? u1 is less than or equal to v. ഇതേപോലെ u2 is less than or equal to vi. u1 less than or equal to vi, u2 less than or equal to vi. So maximum of u1 comma u2 is less than or equal to v. രണ്ടുപേരും v നേക്കാൾ ചെറുതാണ്, അവരുടെ മാക്സിമം ഏതിനേക്കാൾ ചെറുതാണ്? v നേക്കാൾ ചെറുതാണ്. So that is second condition. എന്തായാലും സെക്കൻഡ് കണ്ടീഷനിൽ വേണ്ടത് ഈ v is any upper bound of a union b, v ആരെക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കണം. നമ്മൾ ഈ ക്ലെയിം ചെയ്തിരിക്കുന്ന മാക്സിമം ഓഫ് u1 u2 അല്ലെങ്കിൽ സുപ്രീം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന മാക്സിമം ഓഫ് u1 u2നേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കണം. Therefore, from 1 and 2, supreme of a union b is equal to maximum of u1 u2. That is, maximum എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സിന്റെ കേസിൽ ഏത് തന്നെയാ? സുപ്രീം തന്നെയാ. And u1 is supreme of a and u2 is supreme of b. ഒന്നുകൂടെ ചെയ്ത കാര്യം എത്രയേ ഉള്ളൂ? ഇതിനെ u1 എന്ന് വിളിച്ചു, ഇതിനെ u2 എന്ന് വിളിച്ചു. അങ്ങനെ വരുമ്പോൾ രണ്ട് നമ്പേഴ്സേ ഉള്ളൂ. ഏത് ഉദ്ദേശിക്കുന്നത്? മാക്സിമം ഓഫ് u1 u2 എന്നാണ്. സോ നമ്മൾ കഴിയുന്നതാണ് മാക്സിമം ഓഫ് u1 u2 ആണ് സുപ്രീം ഓഫ് a യൂണിയൻ. അപ്പൊ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, ഇത് അപ്പർ ബൗണ്ട് ആണ് ഇതിന്റെ എ യൂണിയൻ ബി. അതിന് എ യൂണിയൻ ബി ഒരു എക്സ് എടുത്തു. അങ്ങനെയാണ് ആ എക്സ് എയിൽ ഉണ്ടാവാം, ബിയിൽ ഉണ്ടാവും. എയിൽ ഉണ്ടെങ്കിൽ അത് u1നേക്കാൾ ചെറുതാവും, ബിയിൽ ഉണ്ടെങ്കിൽ u2നേക്കാൾ ചെറുതാവും. ഇതിൽ ഏതോ ഒന്നിനേക്കാൾ ചെറുതായാൽ എന്തായാലും മാക്സിമത്തിനേക്കാൾ ചെറുതായിരിക്കും. സോ എ യൂണിയൻ ബിയുള്ള എല്ലാവരും ഏത് എക്സ് എടുത്താലും ഇതിനേക്കാൾ ചെറുതാണ്. സോ ദിസ് ഇസ് അപ്പർ ബൗണ്ട്. ഇനി v is any other upper bound of a union b. നമ്മൾ പറയുന്നത് അത്രയേ ഉള്ളൂ, v എയുടെ അപ്പർ ബൗണ്ട് ആയിരിക്കും. അതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. v എയുടെ അപ്പർ ബൗണ്ട് ആണെങ്കിൽ u1 അല്ലേ എയുടെ സുപ്രീമം. സോ സുപ്രീമത്തിന്റെ രണ്ടാമത്തെ കണ്ടീഷൻ വെച്ചിട്ട് u1 is less than or equal to v എന്ന് കിട്ടും. ഇതുപോലെ u2 is less than or equal to v എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ maximum of u1 u2 is less than or equal to v എന്ന് കിട്ടും. If v is any other upper bound, the maximum of u1 u2 is less than or equal to v. So രണ്ടാമത്തെ കണ്ടീഷനുമായി സുപ്രീമത്തിന് വേണ്ട supreme of a union b is maximum of u1 u2 profile. Okay, so what is completeness property? That is supreme property. Every non-empty set of real numbers which is bounded above has a supremum in R. ഒരു റിയൽ നമ്പർ തന്നെ അതിന്റെ സുപ്രീം ആയിട്ടുണ്ടാവും. ഇത് റിയൽ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടി ആണ്. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിന് ഏത് പ്രോപ്പർട്ടി ഇല്ല, കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി അല്ല. ദാറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെ പ്രോബ്ലംസ് ഓരോന്നും ഇമ്പോർട്ടന്റ്. അത് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് ഷോ ദാറ്റ് റാഷണൽ നമ്പേഴ്സ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ സുപ്രീം പ്രോപ്പർട്ടി എന്നുള്ളത്. ഇനി അടുത്ത വീഡിയോയില് സുപ്രീം പ്രോപ്പർട്ടിയുടെ കോൺസിക്വൻസ് ആയിട്ട് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി